പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹാകാലത്തിന്റെ ഈ അവസാനത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസമാണെന്ന്. തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ പുരോഹിത പ്രാർത്ഥന നടത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച തിരുവചനം 17-ാം അധ്യായം 9 മുതൽ 19 വരെ വാക്യങ്ങൾ. ഈശോ അവിടെ പറയുന്നു: പിതാവേ, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ശിഷ്യരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനും വീഴ്ചകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും വേണ്ടി ഈശോ അവർക്കായി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഈശോ പറയുന്നതാണ്: അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് തന്നവർക്ക് വേണ്ടി നമ്മളും പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, നമ്മളുമായി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധപ്പെട്ട് അടുത്ത് ഇടപഴകി നിൽക്കുന്നവർ ദൈവം നമുക്ക് നൽകിയവരാണ്. അവരെല്ലാം ഈശോ ചെയ്തത് അവരെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ദൈവം നമുക്ക് നൽകിയവരെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ പ്രതീകമായി, അടയാളമായി അവർക്കായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥനയാണ്. നമ്മുടെ സാന്നിധ്യം കൊണ്ട്, പണം കൊണ്ട്, മറ്റ് സഹായങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ നമുക്കുള്ളവരെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് അവരെ പൊതിയാനായിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും വലിയ സംരക്ഷണം. ഈശോ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ചെയ്ത് കാണിച്ചു തന്ന ഒരു വലിയ മാതൃകയും അതുതന്നെയാണ്. ദൈവം നമുക്കായി നൽകിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രയോജനപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളവരെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അവർക്കായി, അവരുടെ ആവശ്യങ്ങൾക്കായി, നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ഞങ്ങളുടേതുപോലെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയിൽ അവർ വീഴാതെ, അപകടങ്ങളിൽ അവർ പതിക്കാതെ എപ്പോഴും അങ്ങയുടെ തിരുഹൃദയത്തിൽ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. വിശുദ്ധിയിൽ എപ്പോഴും അവരെ കാത്തുകൊള്ളണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.